കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നൈജീരിയയിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് 687 പേരെ. മാർച്ച് 3 സംസ്ഥാനമായ ബോർണോയിലെ ഒന്നിലധികം IDP ക്യാമ്പുകളിൽ നിന്ന് 400 പേരെയെങ്കിലും ബോക്കോ ഹറാം തീവ്രവാദ ഗ്രൂപ്പിലെ തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയി. അജ്ഞാതരായ സായുധരായ ഭീകരർ കടുന സംസ്ഥാനത്തെ കുരികയിലെ ഒരു സ്കൂൾ ആക്രമിച്ച് 287 വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി. ചിബോക് സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ 10ാം വാർഷികത്തിന് 7 ദിവസം മുമ്പാണ് ഈ ഭയാനകമായ സംഭവങ്ങൾ. 2014 ചിബോക്കിൽ നിന്ന് 276 സ്കൂൾ വിദ്യാർത്ഥിനികളെ ബോക്കോ ഹറാം തട്ടിക്കൊണ്ടുപോയിരുന്നു. അവരിൽ 98 പേർ ഇപ്പോഴും തീവ്രവാദികളുടെ കസ്റ്റഡിയിലാണ്. 2002 സ്ഥാപിതമായ ബോക്കോ ഹറാം ആയിരക്കണക്കിന് നൈജീരിയക്കാരുടെ മരണത്തിനും തട്ടിക്കൊണ്ടുപോകലിനും ഉത്തരവാദിയായ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനയാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടെ 50,000-ലധികം ക്രിസ്ത്യാനികളാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടത്. ഓരോ 2 മണിക്കൂറിലും നൈജീരിയയിൽ ഒരു ക്രൈസ്തവൻ വീതം മരിക്കുന്നു. നൈജീരിയയിലെ ജനസംഖ്യ ഏകദേശം 48.1% ക്രിസ്ത്യാനികളും 50% മുസ്ലിങ്ങളുമാണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ഭ്രൂണഹത്യ അവസാനിക്കാൻ സമാധാനപരമായി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നേരെ അബോർഷൻ അനുകൂലികൾ ആക്രമണം നടത്തി. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നടത്തിയ ആക്രമണത്തെ അഭിഭാഷകനും 40 Days for Life ഇന്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ടോമിസ്ലാവ് കിനോവിച്ച് അപലപിച്ചു. ഇന്റർനാഷണൽ പ്ലാന്റ് പാരന്റ്ഹുഡ് ഫെഡറേഷന്റെ ഓഫീസിൽ നിന്ന് 100 അടി മാറി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെ 20ഓളം പേരടങ്ങുന്ന ഭ്രൂണഹത്യ അനുകൂലികൾ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയുമായിരുന്നുവെന്ന് ടോമിസ്ലാവ് ചൂണ്ടിക്കാട്ടി. പ്രാർത്ഥിക്കാൻ പങ്കെടുക്കുന്നവരുടെ ഒത്തുചേരാനുള്ള അവകാശത്തെയും കേന്ദ്രം സന്ദർശിക്കുന്ന ഗർഭിണികളുടെ സ്വകാര്യതയെയും ഒരുപോലെ മാനിക്കണമെന്നും കോടതികൾ ആവശ്യപ്പെടുന്ന പ്രകാരം നിയമപരമായ രീതിയിലാണ് തങ്ങൾ പ്രാർത്ഥന നടത്തിയതെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ വ്യക്തമാക്കി. ശാരീരിക ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നിട്ടും പ്രാർത്ഥനയിൽ പങ്കുചേർന്നു കൊണ്ടിരുന്നവർ പിരിഞ്ഞു പോകാൻ വിസമ്മതിച്ചു. തലമറച്ചുള്ള ഹൂഡി ധരിച്ച ആക്രമികൾ പ്രാർത്ഥിക്കുന്നവരുടെ സമീപത്തെത്തി അവരുടെ നേരെ ആക്രോശിക്കുകയും അവരെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയുമായിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തലാണ് ഇതിലൂടെ നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിഷ്ക്രിയമായ ഭരണകൂടമാണ് നാട്ടിലുള്ളതെന്നും വന്യമൃഗശല്യത്തെക്കാൾ ഭീതിതമായ അവസ്ഥയാണെന്നും ഇടുക്കി രൂപത. കേരളം ഉണരുന്നതും ഉറങ്ങുന്നതും വന്യമൃഗങ്ങൾ നിഷ്ഠൂരമായ ആളുകളെ കൊല ചെയ്യുന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. കാട് വിട്ട് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്തി കാട്ടിൽ കയറ്റുന്നതിന് പകരം ഭയം കൊണ്ട് തെരുവിലിറങ്ങി നിലവിളിക്കുന്ന സാധാരണക്കാരന്റെ സമരങ്ങളെ അടിച്ചമർത്തുകയും തല്ലിച്ചതക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്യുന്ന ഗതികെട്ട നാടായി കേരളം മാറിയിരിക്കുകയാണ്. കപട പരിസ്ഥിതിവാദം വെടിഞ്ഞ് മനുഷ്യന്റെ പക്ഷം ചേർന്ന് നാട് ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാകണമെന്ന് രൂപത പ്രസ്താവിച്ചു. തങ്ങളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് വന്യമൃഗങ്ങളുടെ ക്രൂരതയ്ക്ക് ഇരയാകുന്നത്. മരണപ്പെടുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപ നൽകി കൈ കഴുകുന്ന രീതിയാണ് ഇപ്പോൾ ഭരണകൂടം കാണിക്കുന്നത്. പരിക്ക് പറ്റിയവർക്ക് സഹായം ചെയ്യുന്നതിൽ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. വന്യമൃഗ ആക്രമണങ്ങളിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ പൊലിഞ്ഞത് 12 ജീവനുകളാണ്. വന്യമൃഗങ്ങൾ ആളുകളെ കൊലപ്പെടുത്താൻ വനപാലകർ ഒത്താശ ചെയ്യുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഒരാളുടെ പോലും ജീവൻ നാട്ടിൽ നഷ്ടപ്പെടാനിടയാവരുത്. അതിന് ഭരണകൂടം ക്രിയാത്മകമായി പ്രവർത്തിക്കണം. അതിന് സാധിക്കാതെ വന്നാൽ സാധാരണക്കാരായ ആളുകളുടെ പക്ഷം ചേർന്ന ഇടുക്കിയിലെ ഒരു പൊതു സംവിധാനം എന്ന നിലയിൽ രൂപത സമരമുഖത്ത് സജീവമാകുമെന്നും രൂപതാ വക്താവ് ഫാദർ ജിൻസ് കാരക്കാട്ട് അറിയിച്ചു. കനത്ത ചൂടിനെ അവഗണിച്ച് 20 കിലോമീറ്റർ ദൂരം ആകാശപ്പറവകളും അവരുടെ കൂട്ടുകാരും നടത്തിയ കുരിശിൻ്റെ വഴി ശ്രദ്ധേയമായി. മുണ്ടക്കയം ടൗൺ കുരിശടിയിൽ നിന്ന് ആരംഭിച്ച് പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയത്തിൽ സമാപിച്ച കുരിശിൻ്റെ വഴിയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കുചേർന്നത്. രാവിലെ 7:30 പ്രാരംഭ പ്രാർത്ഥനയോടെ പൊടിമറ്റം മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പഴയപറമ്പിൽ FBA ജില്ലാ സ്നേഹദാസൻ ടോമിച്ചൻ മണിയങ്കേരിക്ക് കുരിശ് കൈമാറി. 14 സ്ഥലങ്ങളിലും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സന്ദേശം നൽകുകയും ചെയ്താണ് കുരിശിൻ്റെ വഴി കടന്നുപോയത്. പൊൻകുന്നം തിരുക്കുടുംബ ഫെറോന ദേവാലയത്തിൽ നടന്ന സമാപന പ്രാർത്ഥനയ്ക്ക് ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ കാർമ്മികത്വം വഹിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.